പല മനുഷ്യരും ബന്ധങ്ങൾക്ക് മൂല്യം നൽകുന്നത് പണത്തിൻ്റെയും ഭംഗിയുടെയും പവറിൻ്റെയും ഒക്കെ ദിശ നോക്കിയാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ഒരുപാട് മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ കണ്ടെത്തി അവരുമായി സൗഹൃദത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം പല മനുഷ്യർക്കും ഇന്ന് സങ്കടങ്ങളും പരിഭവങ്ങളും ദുഃഖങ്ങളുമൊക്കെയാണ് പറയാനുള്ളത്. ഈ സങ്കടകഥകളും പരിഭവത്തിനുമൊക്കെ കാരണം പല മനുഷ്യരും പല മൂല്യങ്ങൾ വെച്ചുകൊണ്ട് ബന്ധം പുലർത്താൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ രൂക്ഷമാകുന്നത്. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത് നന്മയുടെ വസന്തമായി ജീവിക്കാൻ ശ്രമിക്കുക. പരസ്പര സൗഹൃദങ്ങൾ പണത്തിൻ്റെയോ ഭംഗിയുടെയോ പവറിൻ്റെയോ പേരിൽ നിശ്ചയിക്കപ്പെടാതെ മനുഷ്യത്വപരമായി മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുക. കാരണം അത്രമേൽ ആയുസ് ഇല്ലാത്ത ലോകത്താണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ സൗഹൃദത്തിന് മൂല്യം നൽകുക. വിശ്വാസങ്ങളുടെ അർപ്പിത ലോകത്ത് നമ്മൾ മനുഷ്യത്വപരമായി മുന്നോട്ട് നീങ്ങുമ്പോൾ അവിടെ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാൻ കഴിയും. മാനസികമായും ശാരീരികപരമായിട്ടും മറ്റു എല്ലാ മേഖലകൾക്കും വ്യത്യസ്തത പുലർത്താനും പുരോഗമന ചിന്തയിലേക്ക് മനുഷ്യത്വപരമായി മുന്നേറാനും കഴിയുന്ന വലിയ കാഴ്ചപ്പാടുകൾ കെട്ടിപ്പടുക്കാൻ കഴിയട്ടെ എന്ന പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും നമുക്ക് മുന്നോട്ട് നീങ്ങാം. അങ്ങനെയാവട്ടെ ഓരോ മനുഷ്യരുടെയും ജീവിതം എന്നുള്ള വിശ്വാസത്തോടുകൂടി മുന്നോട്ട് നീങ്ങാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമുക്ക് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെയാവട്ടെ ഓരോ ജീവിതങ്ങളും. കാരണം അള്ളാഹുവിൻ്റെ നിഷ്പ്രയാസം പോലും വേണ്ട നമ്മളുടെ പണം നഷ്ടപ്പെടാൻ, നമ്മുടെ പവർ നഷ്ടപ്പെടാൻ, നമ്മുടെ പലതും നഷ്ടപ്പെടാൻ. അതുകൊണ്ട് അള്ളാഹു ഭൂമി ലോകത്തേക്ക് മനുഷ്യനെ സൃഷ്ടിച്ചെടുത്തത് മനുഷ്യത്വപരമായി ജീവിക്കാനുള്ള വലിയ കാഴ്ചപ്പാടുകൾ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കുന്നത്. അതിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക്